ഹായ് മക്കളെ, +2 ഇനി ക്രിസ്മസ് എക്സാമിന് ആകെയുള്ള ദിവസം 35 ദിവസം. വിശ്വസിക്കാൻ ഒരു ചെറിയൊരു മടിയുണ്ടോ? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഏതാ ഡേറ്റ് ആലോചിക്കുന്നുണ്ടാവും. നവംബർ 4 ആണല്ലോ. നവംബർ 4 ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് നവംബർ 5-നോ നവംബർ 6-നോ ഒക്കെ ആയിരിക്കും. ഇത് നവംബർ 4 പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 35 ദിവസം ഞാൻ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് പറഞ്ഞതാണ്. ഈ 35 ദിവസം എന്ന് പറയുന്നത് കറക്റ്റ് ടൈം ടേബിൾ വന്നിട്ടില്ല. ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള ഡിസംബർ 10-ാം തീയതി, നിങ്ങളുടെ ഏകദേശം ഒരു 8-ാം തീയതിയോ 9-ാം തീയതിയോ 10-ാം തീയതിയോ ഇടയിലായിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകുന്നത് 35 ദിവസം അല്ലേ? 35 ദിവസം കുഴപ്പമില്ലല്ലോ, പഠിക്കാൻ നല്ല സമയമുണ്ടല്ലോ. ഇതല്ല നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റർ വീതം പഠിക്കാനുണ്ട് നോക്കിയാലോ. ഏതൊക്കെ ചാപ്റ്റർ ആണെന്നോ ചാപ്റ്റർ സിലബസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ചാപ്റ്റർ എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അതിട്ടരാം, പേടിപ്പിക്കാനല്ലേ, യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് മക്കളെ, എക്കണോമിക്സ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന ഒരു സബ്ജക്ട്, അതായത് ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അതിൽ 9 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. കുഴപ്പമില്ല, 9 ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴോ 15 ചാപ്റ്റർ. പൊളിറ്റിക്സിലേക്ക് 15 ചാപ്റ്റർ. ഹിസ്റ്ററിയിലോ 12 ചാപ്റ്റർ, കുറച്ച് വലിയ ചാപ്റ്റർ ഉൾപ്പെടുന്ന 12 ചാപ്റ്റർ. ജോഗ്രഫിയിൽ 16 ചാപ്റ്റർ, സോഷ്യോളജിയിൽ 11 ചാപ്റ്റർ, സ്റ്റാറ്റിസ്റ്റിക്സിൽ 12 ചാപ്റ്റർ, ഇംഗ്ലീഷിൽ 5 യൂണിറ്റും പിന്നെ 6ാമത്തെ യൂണിറ്റ് അതായത് 5ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റർ. ഇങ്ങനെ ഉൾപ്പെടെ 5 റൗണ്ട് ചെയ്ത് വരാം. 5 യൂണിറ്റ് റൗണ്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ജോഗ്രഫി ഇല്ല, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഈ ജോഗ്രഫിക്ക് ആരാണ് ഈ പറയും ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല, സ്റ്റാറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ലാംഗ്വേജ് കൊടുത്തിട്ടില്ല, അതായത് മലയാളം, അറബി, സംസ്കൃതം, ഹിന്ദി. ഇത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഈ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. പഠിക്കാനുള്ളതാണ്. നമ്മുടെ 6 വിഷയത്തിൽ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എന്നാലും ഞാൻ അതവിടെ നിർത്തട്ടെ. ഇനി ഇതെല്ലതും കൂടി നമുക്കൊന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാലോ മക്കളെ, അതായത് ഒന്ന് നോക്കണേ, 9ഉം 15ഉം 24, 9ഉം 15ഉം 24, 24ഉം 12 36, 24ഉം 12ഉം 36, 36 42 52. അതായത് ഇനിയിപ്പോൾ ഇത് വേണ്ട, തൽക്കാലം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും അവിടെ വെക്കാം. 36ഉം 11ഉം എത്ര വെക്കണം വരുന്നത്, അതായത് 47, 47ഉം 5ഉം എത്രയാണ് മക്കൾ വരുന്നത്, അതായത് 52. ലാംഗ്വേജ് കൂട്ടിയിട്ടില്ലേ, 52 ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 52 ചാപ്റ്റർ. ഓക്കെ ആണോ മക്കളെ? 52 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. 52 ചാപ്റ്റർ പഠിക്കാൻ എത്ര ദിവസം നിങ്ങൾക്ക് എടുക്കും മക്കളെ? ഞാൻ വീണ്ടും പറയട്ടെ, വെറും 35 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ച് പഠിച്ചാൽ, ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ച് പഠിച്ചു കഴിഞ്ഞാലും ക്രിസ്മസ് എക്സാമിന് വെറുമുള്ള ദിവസം 35 ദിവസമാണെങ്കിൽ പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ എണ്ണം 52 ചാപ്റ്ററാണ് മക്കളെ. ഒരു ദിവസം നിങ്ങൾ ഒരു 1.5 ചാപ്റ്റർ വെച്ച് അല്ലെങ്കിൽ 2 ചാപ്റ്ററെങ്കിലും വെച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ്, നിങ്ങൾ എക്സാമിന്റെ തലേന്ന് വെച്ച് ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ച് നിങ്ങളിങ്ങനെ വായിലേക്ക്, നിങ്ങളുടെ അണ്ണാക്കിലേക്ക് ഇറക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ പറയട്ടെ, അണ്ണാക്കിൽ കൊടുക്കുന്ന മറുപടി പോലെ നിങ്ങൾക്ക് എക്സാം പേപ്പർ കിട്ടുമ്പോൾ 0 മാർക്കോട് കൂടി നിങ്ങൾ തല താഴ്ത്തി പാരൻസിന്റെ മുന്നിലും ടീച്ചേഴ്സിന്റെ മുന്നിലും നിൽക്കേണ്ടി വരും. കാരണം സ്കൂളത്തെ കലോത്സവത്തിന് പോകുമ്പോൾ ഒരുപക്ഷെ പാരൻസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പഠിക്കുന്നു. പക്ഷെ ഞാൻ അതിനെതിരാണ്. കാരണം പഠിത്തത്തോടൊപ്പം കലോത്സവം പോകണം, സ്പോർട്സിന് പോകണം, ടൂറ് പോകണം, എല്ലാത്തിനും പോകണം. പക്ഷേ അതിൻ്റെ കൂടെ ബാക്കി എല്ലാതും നടന്നു. പാരൻസ് പറയും ബാക്കി എല്ലാം നടന്നു സാറേ, സ്പോർട്സ് നടന്നു, ആർട്സ് നടന്നു, ടൂർ കൊണ്ടുപോയി, എല്ലാത്തിനും ഞാൻ പൈസ കൊടുത്തു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, പക്ഷെ ഇവർ ഇതിലൊക്കെ മാർക്ക് വാങ്ങി കാണിച്ചു തരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചില്ലേ എന്ന് അവരുടെ മനസ്സിൽ അവർ സ്വയം ശപിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ മക്കളെ, ഞങ്ങളെ പറ്റിച്ചില്ലെന്ന് പറയുന്നുണ്ടാവും. മക്കളെ, ഞാൻ പറയാണ്, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഒരു ചാപ്റ്റർ ഒരു ദിവസം വെച്ച് പഠിച്ചാലെങ്കിലും, അങ്ങനെയാണെങ്കിൽ പോലും കഴിയില്ല, എന്നാൽ മിനിമം അതെങ്കിലും ചെയ്യണം മക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ പറയട്ടെ, ഓണം എക്സാമിന് നിങ്ങൾ പാരൻസിൻ്റെ മുന്നിൽ തലതാത്തിക്കൊണ്ട് ഒരു വാക്ക് കൊടുത്തിരുന്നു, ക്രിസ്മസ് എക്സാമിന് ഒരു 3 മാസം കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ അതിന് മാർക്ക് വാങ്ങിത്തരാമെന്ന്. ക്രിസ്മസ് എക്സാമിന് ഇനിയുള്ള ദിവസം എത്ര? വെറും 35 ദിവസം. ഈ 35 ദിവസത്തിനുള്ളിൽ മക്കളെ, ഇനിയും നാളെ എന്ന് പറഞ്ഞിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക്
സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇനി സാറേ ഞങ്ങൾക്ക് നോട്ട്ബുക്കില്ല ഒന്നുമില്ല, ഇനി ഞങ്ങൾ എങ്ങനെ ഇത് നേടും? അതിന് നമ്മുടെ ഭാഗത്തുള്ള സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രീ ബൂസ്റ്റർ ബാച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഓരോരുത്തർ അവരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം, സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് സ്നേഹത്തിന്റെ ഭാഷയിലാണ് നിങ്ങളെ വിളിക്കുന്നത്, ഹൃദയത്തിന്റെ ഭാഷയിലാണ് വിളിക്കുന്നത്. നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കണ്ടോ? ഇതൊരു പക്ഷേ അഡ്മിഷൻ നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒബ്വിയസ്ലി അത് ശരിയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ചെറിയ പൈസ കൊണ്ട് മക്കളെ മറ്റെവിടെ നിങ്ങൾക്ക് കിട്ടാത്ത രൂപത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് വെച്ചിട്ട് നിങ്ങളെ ഓരോ സബ്ജക്റ്റുകളും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. ഈ 35 ഇനി എത്ര വളരെ കുറഞ്ഞ ദിവസമാവട്ടെ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ വിചാരിക്കുന്ന മാർക്ക് എത്രയാണോ അതിൻ്റെ ഒരു ഡബിൾ മാർക്ക് നമ്മൾ വാങ്ങിത്തരും പ്രീ ബൂസ്റ്റർ ബാച്ചിലൂടെ. അപ്പം മക്കളെ മറക്കണ്ട, ക്രിസ്മസ് എക്സാമിന് വെറും ഉള്ള ദിവസം 35 ദിവസം മാത്രമാണ്. ഈ 35 ദിവസത്തിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത് 52 ചാപ്റ്റർ. ഏതൊഴിച്ച് ലാംഗ്വേജ് ഇതിൽ കൂട്ടിയിട്ടേ ഇല്ല. ലാംഗ്വേജും കൂടി കഴിഞ്ഞാൽ 60 കടക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 52 ചാപ്റ്റർ 35 ദിവസം.